ഹരേ കൃഷ്ണ. ശ്ലോകം സ്തോത്രം 15 ഒന്നുകൂടി. ഹേ ലോക ശൃണുത പ്രസൂതി മരണവ്യാധേശ്ചികിത്സാം ഇമാം യോഗജ്ഞ സമുദാഹരന്തി മുനയോ യാമാജ്ഞവൽക്യാദയഃ അന്തർജ്യോതിരമേയമേകം അമൃതം കൃഷ്ണാഖ്യം ആപീയതാം തത്പീദം പരമൗഷധം വിദനുതേ നിർവാണമാത്യന്തികം. ഹരേ കൃഷ്ണ. ആരെങ്കിലും രണ്ടുപേര് വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹേ ലോകാ ശൃണുത പ്രസൂതി മരണവ്യാധേശ്ചികിത്സാമിമാം യോഗജ്ഞാ സമുദാഹരന്തി മുനയോ യാജ്ഞവൽക്യാദയഃ അന്തർജ്യോതിരമേയം ഏകം അമൃതം കൃഷ്ണാഖ്യം ആപീയതാം തത്പീദം പരമൗഷധം വിദനുതേ നിർവാണം ആത്യന്തികം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. ഹേ ലോകാ ശൃണുത പ്രസൂതി മരണവ്യാധേശ്ചികിത്സാമിമാം യോഗജ്ഞാ സമുദാഹരന്തി മുനയോ യാം യാജ്ഞവൽക്യാദയഃ അന്തർജ്യോതിരമേയമേകമൃതം കൃഷ്ണാഖ്യമാപൂയതാം തത്പീദം പരമോഷധം വിദനുതേ നിർവാണമാത്യന്തികം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും അതിൻ്റെ വിവർത്തനം ഒന്ന് മലയാളത്തിൽ വായിക്കാമോ? ഹരേ കൃഷ്ണ. ഹരേ വിവർത്തനം. ഹേ ജനങ്ങളെ, ജനന മരണങ്ങളാകുന്ന അസുഖങ്ങൾക്കുള്ള ഈ ചികിത്സയെക്കുറിച്ച് കേട്ടാലും അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമമാകുന്നു. ഇത് യാജ്ഞവൽക്യൻ തുടങ്ങിയ വിദഗ്ധരായ യോഗികൾ വിജ്ഞാനം ഉൾക്കൊണ്ട് ശുപാർശ ചെയ്യുന്നതാണ്. ഈ സീമാതീതവും ശാശ്വതവുമായ ആന്തരിക പ്രകാശമാണ് ഉത്തമമായ ഔഷധം. ഇത് കുടിക്കുന്നവർക്ക് ആത്യന്തികമായ മോക്ഷം ലഭിക്കുന്നു. അതുകൊണ്ട് ഈ പരമമായ ഔഷധം പാനം ചെയ്താലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു അമ്മ, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഇവിടെ നമുക്ക് 4 ലൈനുള്ള ഈ ഒരു സ്തോത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹേ ലോക ശൃണുത പ്രസൂതി മരണവ്യാധേശ്ചികിത്സാം ഇമാം യോഗജ്ഞ സമുദാഹരന്തി മുനയോ യാം യാജ്ഞവൽക്യാദയഃ അന്തർജ്യോതിരമേയം ഏകം അമൃതം കൃഷ്ണാഖ്യം ആപീയതാം തത്പീതം പരമൗഷധം വിതനുതേ നിർവാണം ആത്യന്തികം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നത്? ജനങ്ങളോട് പറയുകയാണ്, ഹേ ലോക, എല്ലാ ജനങ്ങളോടും കൂടി കുലശേഖര രാജാവ് ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ് ഇവിടെ. ഇതാണ് പ്രസൂതി മരണവ്യാധേസ് ചികിത്സാം ഇമം. നമുക്കെല്ലാവർക്കും ഒട്ടും വേണ്ടാത്തതായ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരണവും വ്യാധിയും. ഇവിടെ പറയുന്നത് മരണവും വ്യാധിയും എന്ന് പറയുന്ന 2 പ്രധാന ദൂഷ്യങ്ങൾക്ക് ഉള്ള മരുന്നാണ് ഇവിടെ പറയുന്നത്. 2 എന്ന് പറയാൻ കാരണം പ്രസൂതി എന്നിവിടെ പറയുന്നുണ്ട്. പ്രസൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനവും മരണവും വ്യാധിയും 3 ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും ബർത്ത് എന്ന് പറയുന്നത് ഒരു ദോഷമാണോ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരുമുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമായും 2 എന്ന് പറയാൻ കാരണം ജനനം ഉണ്ടെങ്കിലേ മറ്റ് കാര്യങ്ങളെല്ലാം വരികയുള്ളൂ. അതുകൊണ്ടാണ് ജനനം നമുക്കെപ്പോഴും വലിയൊരു ദോഷമാണ് എന്ന് പറയപ്പെടുന്നത്. നമ്മളെപ്പോഴും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് നമ്മളെപ്പോഴും പാട്ടുപാടി, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നതാണ് നമ്മളെല്ലാവരും. അത് വലിയൊരു ആഘോഷം തന്നെ ആക്കാം, പക്ഷെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ ഉത്തരവാദിത്വം നമ്മൾ എടുക്കുകയാണെങ്കിൽ. കാരണം എന്താണ്, ഇനിയൊരു ജന്മം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ആത്മാവിന് ഉണ്ടാവരുത് എന്ന തരത്തിലുള്ള ആ കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു ജന്മം ഒരു ആഘോഷമാണ്. അപ്പോൾ പ്രസൂതി മരണ വ്യാധേസ് ചികിത്സാം ഇമാം. അപ്പോൾ ജനനവും മരണവും വ്യാധിയും എന്ന് പറയുന്ന രോഗങ്ങൾക്കുള്ള ഒരു ചികിത്സയാണ് ഇവിടെ
കുലശേഖര രാജാവ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഹേ ലോക ശൃണുത പ്രസൂതി മരണ വ്യാധേസ് ചികിത്സാം ഇമാം. സോ ഏറ്റവും വലിയൊരു റെമഡി, അതിനുള്ള ഒരു മരുന്ന് ആണ് കുലശേഖര രാജാവ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അടുത്ത ലൈൻ? എന്താണ് പറയുന്നത്? യോഗജ്ഞ സമുദാഹരന്തി മുനയോ യാം യാജ്ഞവൽക്യാദയ. അപ്പം അദ്ദേഹം പറയുന്നത് ഇത് ഞാനായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും എടുത്ത് ഞാൻ ഇൻവെൻറ്റ് ചെയ്ത ഒരു പുതിയൊരു കാര്യമല്ല പറയുന്നത്, മറിച്ച് യോഗജ്ഞ, അതായത് യോഗയുടെ ജ്ഞാനം നേടിയ വളരെ ധാരാളം ആത്മീയ ജ്ഞാനികൾ, അതുപോലുള്ള മുനിമാർ, ആരെപ്പോലെ ഉദാഹരണമായിട്ട് പറയുന്നത് യാജ്ഞവൽക്യനെ പോലെ. യാജ്ഞവൽക്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു മഹാപണ്ഡിതനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സോ യാജ്ഞവൽക്യനെ പോലെ, അല്ലെങ്കിൽ അതൊരു ഉദാഹരണമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതുപോലെയുള്ള മഹാത്മാക്കൾ പലരും പറഞ്ഞ ഒരു റെമഡിയാണ്, അല്ലാതെ ഞാനായിട്ട് സൃഷ്ടിച്ച ഒരു റെമഡി അല്ല ഇവിടെ പറയുന്നത്. അന്തർജ്യോതിരമേയമേകം അമൃതം കൃഷ്ണ ആഖ്യം ആപീയതാം. സോ അത് അന്തർജ്യോതിർ, ഉള്ളിലുള്ള നമ്മുടെ പ്രകാശത്തിനെ തിരിച്ചറിയിക്കുന്ന, അല്ലെങ്കിൽ അത് അത്രയും വലിയ ആഴമുള്ളത്, അതൊരിക്കലും അളക്കാൻ സാധിക്കാത്തതായിട്ടുള്ള കൃഷ്ണാഖ്യാം ആപീയതാം. എന്താണ് പറയുന്നത്? എന്താണ് ആ മരുന്ന് എന്ന് പറയുന്നത്? ഭഗവാന്റെ നാമം. കൃഷ്ണ ആഖ്യാം ആപീയതാം. ആ ഭഗവാന്റെ നാമമാകുന്ന ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ജനന മരണ വ്യാധി എന്ന് പറയുന്ന ഈ മൂന്നിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. സ്പെഷ്യാലിറ്റിയുടെ പറയുന്നുണ്ട്, തത് പീതം പരമമൗഷധം വിതനുതേ നിർവാണമാത്യന്തികം. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈനാണത്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈനാണ്. എന്താണ്? തത് പീതം പരമൗഷധം വിതനുതേ നിർവാണമാത്യന്തികം എന്നാണ് കുലശേഖര രാജാവ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്തോത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ, കലിയുഗത്തിൽ വസിക്കുന്ന നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഹരിനാമ സങ്കീർത്തനം, നമ്മൾ പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വർത്തിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും, അതായത് സങ്കീർത്തനം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ സങ്കീർത്തന യജ്ഞത്തിൻ്റെ പ്രാധാന്യം അറിയുന്ന നമുക്കെല്ലാവർക്കും ഇത് വളരെ മധുരപരമായ ഒരു സ്തോത്രമാണ്. ഇതിൽ ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമയാണ് ശ്രീ കുലശേഖര രാജാവ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഹേ ലോകത്തിലെ സർവ്വജനങ്ങളോടും കൂടി അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. നിങ്ങളെല്ലാവരും കേൾക്കൂ. ഹേ ലോക ശൃണുത, നിങ്ങൾ എന്നെ കേൾക്കൂ. പ്രസൂതി മരണ വ്യാധേസ് ചികിത്സാം. ജനനവും മരണവും വ്യാധിയും, ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ അതിനുത്തമമായ ഒരു മരുന്നിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ വരുന്നത് എന്നാണ് കുലശേഖര രാജാവ് പറയുന്നത്. ആദ്യം നമുക്ക് നോക്കേണ്ടത് താഴത്തെ 2 ലൈൻ നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോകാം. കാരണം അത് കുറച്ച് ബെറ്ററായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് നമുക്കതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്താ പറയുന്നത്? അന്തർജ്യോതിർ അമേയം. 3ാമത്തെ ലൈൻ പറയുന്നത് അന്തർജ്യോതിർ അമേയം. അമേയം എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ്. അപ്പോൾ അകത്തെയുള്ള ആ ലൈറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ നാമമാകുന്ന ആ പ്രകാശത്തിൻ്റെ അളവിനെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കില്ല. അത് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പല ആൾക്കാരും ഈ മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പല ആൾക്കാരും പറയുന്നുണ്ട്, ലുക്ക് വിത്തിൻ, നമ്മുടെ ഉള്ളിൽ നോക്കൂ, നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കും, സ്വയം നോക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഇരുട്ടാണ്. എന്ന് പറഞ്ഞാൽ കീറിമുറിച്ച് നോക്കുക എന്നുള്ളതല്ല, ഡാർക്ക്നെസ്സിൻ്റെ ഇത് എന്താ പറയുക, ഒരു ആഴക്കടൽ എന്ന് തന്നെ പറയാം. വളരെ വളരെ ആഴമുള്ള ഒരു ഇരുള് നിറഞ്ഞ ഒരു പ്രദേശത്തിനെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. എന്തെന്നാൽ എങ്ങനെയുള്ള ഇരുളുകൊണ്ട് നിറഞ്ഞതാണ്? നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ ചിന്തകളും നമ്മുടെ പലതരത്തിലുള്ള തോട്ട്സും
അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇരുളടഞ്ഞ ഒരു പ്രദേശമാണ് നമ്മുടെ ഹൃദയം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്ന ഇതാണ്. പക്ഷേ അത് നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ പലതരത്തിലുള്ള ആ കാര്യങ്ങൾ കൊണ്ടുള്ള ഒരു ആവരണമൊന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്, ഒരു കവറിങ്. അതായത് ഒരു ബ്ലാങ്കറ്റ്, തിക്ക് ബ്ലാങ്കറ്റ് കൊണ്ടങ്ങ് മൂടിയിട്ടിരിക്കുകയാണ് നമ്മളുടെ ആ ഉൾഭാഗത്തിന്. അതിന് വലിയൊരു ടോർച്ച് കൊണ്ട്, നല്ല പ്രകാശമുള്ള ഒരു ടോർച്ച്, ആ ടോർച്ചിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ, ആ ലൈറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ കട്ടിയായിട്ടുള്ള ബ്ലാങ്കറ്റിനെ കീറി മുറിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്നതായ, അല്ലെങ്കിൽ അത്രയും ശക്തിയുള്ള ഒരു ടോർച്ച് അല്ലെങ്കിൽ ആ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ. അപ്പം അതാണ് പറയുന്നത് അന്തർജ്യോതിരമേയം ഏകം അമൃതം കൃഷ്ണാഖ്യം ആപീയതാം. അതിനൊറ്റ ഒരു അമൃതയേ ഉള്ളൂ. ഏത്? ആ പറഞ്ഞ തിക്ക് ബ്ലാങ്കറ്റിനെ കീറി മുറിച്ച്. ഇത് മനസ്സിലാക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് അങ്ങ് ഇരുളുകൊണ്ട് അടഞ്ഞു നിൽക്കുന്നതാണ്. അതായത് എത്രമാത്രം ഇരുളടഞ്ഞതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഹൃദയത്തിൽ തന്നെ, നമ്മുടെ ജീവാത്മാവിനോട് ചേർന്ന് തന്നെ പരമാത്മാവ് ഇരിക്കുന്നു. ആ പരമാത്മാവിനെ കാണാനോ കേൾക്കാനോ ഉള്ള ശക്തി നമുക്കില്ല. അത്രയ്ക്ക് ഇരുള് കൊണ്ടടഞ്ഞിരിക്കുകയാണ്. അതായത് വി ആർ ബ്ലൈൻഡ് ആൻഡ് ഡഫ് ടു ദ പരമാത്മ. അത് ആ പരമാത്മാവ് പറയുന്നതിനെക്കുറിച്ച് കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ നമുക്ക് കഴിവില്ല. എങ്ങനെ കഴിവില്ലാതായി? നമ്മളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു. നമ്മുടെ ആഗ്രഹങ്ങൾ ഇത്രമാത്രം വളർന്നു, നമ്മളുടെ യഥാർത്ഥ പൊസിഷൻ മറന്ന് നമ്മൾ ഭഗവാനെ സെർവ് ചെയ്യണം എന്ന യാഥാർത്ഥ്യത്തെ പോലും നമ്മൾ മറച്ചു വെക്കുന്ന രീതിയിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ അത്രമാത്രം വളർന്ന് ഒരു തിക്ക് ലെയറായി മാറി. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ഭഗവാന്റെ അല്ലെങ്കിൽ പരമാത്മാവിനെ കാണാനോ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ നമുക്ക് കാണാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായി. അത് മുമ്പ് പറഞ്ഞതുപോലെ പല ആൾക്കാർ പറയുന്നു അകത്തേക്ക് നോക്കൂ. പക്ഷെ അകത്തേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് എന്താണ്? കംപ്ലീറ്റ് അങ്ങ് തിക്കായിട്ട് വളർന്നിരിക്കുന്ന ഒരു കാട് പോലെ പിടിച്ച് കിടക്കുകയാണ്. എന്തിന്? നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ എന്താ പറയുക, തോട്ട്സ്, പ്രോസസ്സ്, പല കാര്യങ്ങൾ കൊണ്ടങ്ങ് നിറഞ്ഞ് ആ തിക്ക് ബ്ലാങ്കറ്റായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ആ കവറിനെ ആവരണം ചെയ്ത് അത്രമാത്രം ആവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് താഴേക്ക് പോകാൻ പറ്റണം. അതിൻ്റെ തിക്നെസ് ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? ആ മനസ്സ് പറയുന്ന ആഗ്രഹങ്ങൾ നമ്മളുടെ ആഗ്രഹമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിണ്ണം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ ഓവർലാപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ അങ്ങ് പിടിച്ചടക്കി വെച്ചിരിക്കുക. അപ്പോൾ നമ്മളുടെ മനസ്സ് പറയുന്നതാണ് നമ്മളുടെ യഥാർത്ഥ ആഗ്രഹം എന്ന് നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ആ ഒരവസ്ഥയിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ നമ്മൾ എന്ന ആത്മാവ് എന്ന ഐഡൻറ്റിറ്റി മാറിയിട്ട് നമ്മൾ മനസ്സിൻ്റെയാണ് കംപ്ലീറ്റ് എന്ന് മനസ്സിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്ന രീതിയിൽ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ ഭഗവാന്റെ നാമം എവിടെ പറയുന്നത് എന്താണ്? എന്നിട്ട് ആ ലൈനിൽ, മൂന്നാമത്തെ ലൈനിൽ പറയുന്നത് എന്താണ്? ഏകം അമൃതം കൃഷ്ണ ആഖ്യം ആപീയതാം. ഏകം അമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകത്തിൽ പോകാനുള്ള അമൃതമല്ല. ദേവീദേവന്മാർ കഴിക്കുന്ന അമൃതമല്ല. ദേവീദേവന്മാർ കഴിക്കുന്ന അമൃത് നമുക്ക് കുറച്ച് പോയറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ അവർ അമരത്വം സ്വീകരിച്ചതാണ് എന്നൊക്കെ നമ്മൾ വായിച്ച് അല്ലെങ്കിൽ കേട്ട് പഠിച്ചു. പക്ഷേ അവർക്ക് അമരത്വമില്ല. ശാസ്ത്രത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അവരുടെ പുണ്യഫലങ്ങളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബാലൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തിരിച്ച് ഭൗതിക ലോകത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അവർക്ക് തിരിച്ച് വീണ്ടും ജനിക്കേണ്ടതായി വരും എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ് ഈ ഭൗതിക ലോകത്തിലെ അമൃത് എന്ന് പറയുന്നത്. ഈവൻ ദേവന്മാർ കഴിക്കുന്ന സോമരസം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന അമൃത്, അത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡ്യൂറേഷൻ വലുതാണ്. പക്ഷെ നമ്മളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂറേഷൻ വലുതാണ്, പക്ഷെ അത് കഴിയുമ്പോൾ അവർക്ക് താഴേക്ക് വരും. പക്ഷേ ഇവിടെ പറയുന്ന അമൃത് എന്ന് പറയുന്നത് ഭഗവാന്റെ നാമമാകുന്ന അമൃതാണ്. സ്വന്തർജ്യോതിരമേയമേകം അമൃതം കൃഷ്ണ ആഖ്യം ആപീയതാം. സോ അതിനെയാണ് നമ്മൾ കുടിക്കേണ്ടത്. എന്താണ് പറയുന്നത് അവിടെ? ആ ഭഗവാന്റെ നാമമാകുന്ന കൃഷ്ണ ആഖ്യം ആപീയതാം, അതിനെ ജസ്റ്റ് നമ്മൾ കുടിച്ചാൽ മാത്രം മതി. ആ ഭഗവത് നാമം ആകുന്ന അമൃത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു റെമഡി ആകുന്നു. തത്പീതം പരമൗഷധം വിതനുതേ നിർവാണം ആത്യന്തികം. ഞാനിതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാമെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു ലൈനെ കുറിച്ച്. സോ അത് കുടിച്ചു കഴിഞ്ഞാലുള്ള മഹത്വം അല്ലെങ്കിൽ ഗുണം എന്താണ്, അത് കുടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് എന്നാണ് കുലശേഖര രാജാവ് ഇവിടെ പറയുന്നത്. തത്പീയതാം, അത് കുടിച്ചാൽ ഉടൻ തന്നെ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ എങ്ങനെയാണ്, അതായത് അത് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ച് പറയും. പക്ഷേ ജപിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജപിക്കണം? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയും ഭഗവാന്റെ നാമം കേൾക്കുകയും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ മുമ്പ് കണ്ട ആ തിക്ക് ലെയറായിട്ടുള്ള ആ ആഗ്രഹങ്ങളെല്ലാം മാറ്റി അത്ര ഷാർപ്പായിട്ടുള്ള ഒരു ടോർച്ച് ലൈറ്റാണ് ഭഗവത് നാമം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ടോർച്ച് ലൈറ്റ് കൊണ്ട് എത്ര തിക്ക് ലെയറാണ് എങ്കിലും അതിൽ നിന്ന് നമ്മളെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മുടെ മനസ്സിൽ നിന്നും താഴേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ആത്മാവാണ്, ഈ കാണുന്ന ഒരു ലംപ് ഓഫ് ഫ്ലഷ് അല്ല നമ്മൾ, അതിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ട് നമ്മളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയായ നമ്മൾ ആത്മാവാണ് എന്ന് നമ്മളെ തിരിച്ചറിയിക്കുകയും അതുകൊണ്ട് നിൽക്കുന്നില്ല. അതിനുശേഷം ആത്മാവ് കഴിഞ്ഞ് ആത്മാവും പരമാത്മാവിനെ നമ്മളെ കാണിച്ചു തരുന്നു. പരമാത്മാവും നമ്മളിലുള്ള റിലേഷൻഷിപ്പിനെ കൊണ്ട് കാണിച്ചു തരികയും അവിടെ നിന്നും ഏറ്റവും ഉന്നതമായ പൊസിഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ഈ ലാസ്റ്റ് ലൈനിൽ പറയുന്നത്. എന്താണ്? തത്പീതം, അത് കുടിക്കുകയാണെങ്കിൽ കുടിക്കുന്ന മാത്രയിൽ പരം ഔഷധം. അതായത് ഈ ലൈന്, ഈ ഒറ്റ ഈ ലൈൻ സ്തോത്രത്തിന്, ഈ ഒരു സ്തോത്രത്തിന് ഈ ഒരു ലൈനിൽ തന്നെ 2 സൂപ്പർലേറ്റീവായിട്ടുള്ള വേർഡ്സാണ് കുലശേഖര രാജാവ് ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർലേറ്റീവ് എന്തൊക്കെയാണ്? പരം ഔഷധം, നിർവാണം, ആത്യന്തികം. സോ രണ്ടും സൂപ്പർലേറ്റീവ്, അതായത് ഏറ്റവും സൂപ്പർ ടോപ്പ് മോസ്റ്റ് എന്നാണ് ക്ലിയർ ആയിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. എന്നാൽ പരം ഔഷധം, പരം എന്ന് പറഞ്ഞാൽ ദ ഹയസ്റ്റ്, ദ ടോപ്പ് മോസ്റ്റ് ഔഷധമാണ്. പിന്നീട് പറഞ്ഞതാണ് പരം ഔഷധം, നിർവാണം, ആത്യന്തികം. സോ അവിടെ ആ 2 വാക്കുകളുടെ അർത്ഥം ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാമോ? മലയാളം മുകുന്ദമാല സ്തോത്രം കയ്യിലുണ്ടെങ്കിൽ പരമൗഷധം എന്നും നിർവാണം ആത്യന്തികം എന്നും കൊടുത്തിരിക്കുന്ന ആ 2 വാക്കുകളുടെ അർത്ഥം ഒന്ന് വായിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചോളൂ. മാതാജി. നിർവാണം മോക്ഷം, ആത്യന്തികം പരിപൂർണത, പരിപൂർണമായിട്ടുള്ള, അതായത് ഏറ്റവും ഹയസ്റ്റ് ലിബറേഷൻ എത്ര വിധമുണ്ടെന്ന് ആർക്ക് പറയാം? 6 വിധം. അത് കുറച്ച് കൂടിപ്പോയല്ലോ. 4, 4, 3, 2 ഏതെങ്കിലുമൊക്കെ ഒന്ന് പറയാം. എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുമോ? അജിത മാതാജി പറഞ്ഞാട്ടെ, അത് എൻ്റെ പഴയ ഒരു സ്റ്റുഡൻ്റ് ആണല്ലോ. ഹരേ കൃഷ്ണ. സാലോക്യം, സാരൂപ്യം, സാഷ്ടി. ഒരെണ്ണം മിസ്സിംഗ് ഉണ്ടല്ലോ. അല്ല, എത്ര പറഞ്ഞപ്പോൾ മതി? 3 4 എത്ര പറഞ്ഞു? എത്ര എണ്ണം ഉണ്ടെന്ന് ആരെങ്കിലും പറയൂ. എത്ര എണ്ണം ഉണ്ട്? 5. കറക്റ്റ്, വെരി ഗുഡ്, താങ്ക് യു. 5 എണ്ണം കറക്റ്റ് ആണ്. ഏതൊക്കെയാണ് പറഞ്ഞാട്ടെ?
എല്ലാവരും ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ, എല്ലാവരും മ്യൂട്ട് ചെയ്തേ, ആരും അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല ദയവ് ചെയ്ത്. പറയുന്ന ആൾ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാട്ടെ. പറയൂ, ആരെങ്കിലും അറിയാവുന്നത്രയും പറയൂ. അജിത മാതാജി പറയൂ, അറിയുന്നത്ര പറയൂ. ഏതൊക്കെയാ പറഞ്ഞേ? ഹരേ കൃഷ്ണ. ആ, സാലോക്യം, സാരൂപ്യം, സായുജ്യം, സാഷ്ട്രി, ഒരെണ്ണം കൂടെ ഉണ്ട്, പത്മാവതി, സാമീപ്യം. സാമീപ്യം. യെസ്, അങ്ങനെ 5 തരത്തിലുള്ള മുക്തിയുണ്ട്. ആ 5 തരത്തിലുള്ള മുക്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ 5 തരത്തിലുള്ള ഈ മുക്തിയിൽ സായുജ്യം എന്ന് പറയുന്നത് ഒരു മുക്തിയായിട്ട് കാണിക്കുന്നുവെങ്കിലും വൈഷ്ണവ ഫിലോസഫിയിൽ അതൊരു മുക്തിയായിട്ട് നമുക്ക് പറയുന്നില്ല. കാരണം സായുജ്യം എന്ന് പറയുന്നത് മേർജിങ് വിത്ത് ദ ബ്രഹ്മൺ എന്നാണ് മനസ്സിലാകുന്നത്. സോ അതല്ല, മറ്റതെല്ലാം നമ്മൾക്ക് ഏറ്റവും അധികമാണ് എങ്കിലും, പക്ഷേ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനോട് കൂടിച്ചേർന്ന് ലീലകൾ നടത്തുകയും ഭഗവാനോട് ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുകയുമാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു തരത്തിലുള്ള മുക്തി, ഇവൻ ഒരു ഭക്തൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അവൻ മുക്തിയൊന്നും ആഗ്രഹിക്കുന്നില്ല, ഭഗവത് സേവനമാണ് അവൻ ഏറ്റവും ആവശ്യമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഏറ്റവും പരമമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലിബറേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് അവിടെ ആ ലാസ്റ്റ് ലൈനിൽ പറയുന്നത്, നിർവാണം ആത്യന്തികം. ആത്യന്തികം എന്ന വാക്കിന് എന്താണ് മലയാള വാക്ക് പറഞ്ഞത് മാതാജി? ഒന്നുകൂടെ പറയൂ. പരിപൂർണത, പരിപൂർണമായിട്ടുള്ള. യെസ്, പെർഫെക്റ്റ് ആണ്. അതിനു മുമ്പുള്ളത് പരമൌഷധം. എന്താണ് വാക്ക്? പരമം, ഔഷധം, മരുന്ന്. ഓക്കെ, ഏറ്റവും ടോപ്പിലുള്ള മരുന്ന്. അപ്പോൾ ഇവിടെ 2 സൂപ്പർലേറ്റീവ് വേർഡ്സ് ആണ് രാജാ കുലശേഖരൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആ 2 കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നു? ഭഗവത് നാമം ജപിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് ആദ്യത്തെ 2 ലൈനിലേക്ക് പോവുകയാണെങ്കിൽ, ഹേ ലോക ശൃണുത പ്രസൂതി മരണ വ്യാധേ ചികിത്സാം ഇമാം. അപ്പോൾ ഇതാണ് ഈ ജനന മരണ വ്യാധികൾക്കുള്ള ഏറ്റവും പരമമായ ഔഷധം. ഇപ്പം ജനന മരണങ്ങളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ എന്താണ് മാർഗം? ഏറ്റവും പരമമായ മോക്ഷം ലഭിക്കുക. അപ്പോൾ മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ 3 തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷം ലഭിക്കുകയാണ്. അതാണ് അതുകൊണ്ടാണ് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 അപ്സൈഡ് ഡൗൺ ആക്കി നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളത് ചെയ്തത്. സ്തോത്രത്തിനെ ആരും മാറ്റിക്കല്ല്. സ്തോത്രം പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കുക. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഞാനത് തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഹേ ലോക ശൃണുത, ലോകത്തിലെ എല്ലാ ജനങ്ങളോടും, ഒരാളോടോ 2 ആളോടോ ഭക്തന്മാരോട് മാത്രമോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോടോ മാത്രമല്ല അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നത്, ലോകത്തിലെ എല്ലാവരും കേൾക്കൂ. ശൃണുത. സോ പ്രസൂതി മരണ വ്യാധേ ചികിത്സാമിമം. സോ ഏറ്റവും ഉത്തമമായ മെഡിസിൻ ഞാൻ നിങ്ങൾക്ക് നൽകാം. പിന്നെ പറഞ്ഞ് യോഗജ്ഞ, യോഗത്തിൻ്റെ ജ്ഞാനത്തിൽ ഏറ്റവും അഗ്രഗണ്യന്മാരായ പല മുനിമാരും, മുനയോ യാം യാജ്ഞവൽക്യ ആദയഃ, യാജ്ഞവൽക്യനെ പോലെയുള്ള ധാരാളം മുനിമാരെല്ലാവരും റെക്കമെൻഡ് ചെയ്ത ഈ ഒരു മാർഗമാണ് ഭഗവാന്റെ നാമജപം എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ ഭഗവാന്റെ നാമത്തിനെ കുറിച്ച് ഇവിടെ ലോകത്തിലെ എല്ലാവരോടും അഡ്രസ്സ് ചെയ്യുകയാണ് ഈ ഒരു ചികിത്സാ മാർഗം എടുക്കുക. സോ ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല, മറിച്ച് യാജ്ഞവൽക്യനെ പോലെയുള്ള ഏറ്റവും പ്രസിദ്ധരായ ജ്ഞാനികളായ യോഗജ്ഞാനികളായ ആചാര്യന്മാർ നൽകിയതാണ്. സോ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻസാണ് ഞാനിവിടെ നൽകുന്നത് എന്നാണ് ശ്രീ കുലശേഖര രാജാവ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭഗവാന്റെ നാമത്തിൻ്റെ ആ മഹിമ, ചൈതന്യ മഹാപ്രഭു നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ഈ ഒരു ഭഗവത് നാമം എന്ന് പറയുന്നത്, ഇത് 500 വർഷങ്ങൾക്ക് മുൻപ് ചൈതന്യ മഹാപ്രഭു കൊണ്ടുവന്ന ഒരു കാര്യമല്ല. 2400 വർഷങ്ങൾക്ക് മുൻപ്, 2500 വർഷങ്ങൾക്ക് മുൻപ് കുലശേഖര രാജാവ് എഴുതിയിരിക്കുന്ന ഈ മഹത് ഗ്രന്ഥത്തിൽ പോലും ഭഗവത് നാമത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുവെങ്കിലും ഇതിപ്പോൾ കലിയുഗത്തിലേക്കാണ് ഹരിനാമ സങ്കീർത്തനം എന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു. പക്ഷേ കലിയുഗത്തിൽ മാത്രമാണോ ഭഗവത് നാമം ഉപയോഗിച്ചിരുന്നത്? അല്ല. ഈവൻ
സത്യയുഗത്തിൽ പ്രഹ്ലാദ മഹാരാജാവോ ഇവൻ ധ്രുവ മഹാരാജാവോ പോലും ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് അവരെല്ലാവരും ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ ഇവൻ ഭഗവാനെ പ്രകടമാക്കിയതും ഭഗവാന്റെ ആ ഭക്തന്മാരായി പരമഭക്തന്മാരായി മാറാനും ഉണ്ടായ കാരണം ആ ഭഗവത് നാമജപം മാത്രമാണ്. തപസ് അതിൻ്റെ കൂടെ ചെയ്തു തീർച്ചയായിട്ടും, പക്ഷേ അതിൻ്റെ കൂടെ അവർ ഭഗവത് നാമജപം കൂടി ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഭഗവത് നാമജപം എന്ന് പറയുന്നത് കലിയുഗത്തിലേക്ക് മാത്രമായിട്ടുള്ളതല്ല, കലിയുഗത്തിൽ കൂടി എല്ലാ യുഗങ്ങളിലും ഒരേപോലെ ഉപയോഗിച്ചിരുന്നു എങ്കിലും പ്രത്യേകിച്ച് കലിയുഗത്തിലേക്ക് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപ കൊണ്ട്, ചൈതന്യ മഹാപ്രഭു 500 വർഷങ്ങൾ 530 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇത് നൽകിയെങ്കിലും അതിന് മുൻപ് മുതലേ നമ്മുടെ ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭഗവത് നാമജപം. ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാന്റെ നാമത്തെ കേൾക്കുകയും ഭഗവാന്റെ നാമത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം കേൾക്കുന്നതോടുകൂടി ഭഗവാനെ നമ്മൾ ഓർത്തുകൊണ്ട് ജപിക്കുമ്പോൾ നമ്മുടെ ആ തിക്ക് ലെയറായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന അതെല്ലാം മാറി പേഴ്സൺ സെൻട്രിക് ആയിട്ട് ഉള്ളതിനെ മാറ്റിയിട്ട് അത് ഭഗവത് സെൻട്രിക് ആയിട്ട് നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. സോ അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ എന്താണ്, നമ്മൾ മനസ്സിനെ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത് അതാണ് എൻ്റേത്, അതാണ് ഞാൻ എന്ന തെറ്റിദ്ധാരണയിൽ നമ്മളെല്ലാവരും നിൽക്കുകയാണ്. സോ അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മളെല്ലാവരും വിചാരിക്കും ഇതാണ് എൻ്റെ ആഗ്രഹം. ഏത് മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, മനസ്സ് നമുക്ക് തരുന്ന ആഗ്രഹങ്ങൾ അതുതന്നെയാണ് നമ്മളുടെ ആഗ്രഹം എന്ന തെറ്റിദ്ധാരണയിൽ നമ്മൾ നിൽക്കുകയാണ്. പക്ഷെ അത് മറിച്ച് അതിൽ നിന്ന് മാറ്റി അതല്ല, നമ്മളുടെ എൻ്റേത് എന്ന ഐഡൻറ്റിറ്റി വേറെയുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ മറ്റൊന്നാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവ് ഉണ്ടാകാനായി നമ്മളെ സഹായിക്കുന്നതാണ് ഭഗവത് നാമം. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി, മുമ്പ് പറഞ്ഞതുപോലെ ആ തിക്ക് ലെയറായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ആ ബ്ലാങ്കറ്റിനെ കീറി മുറിച്ച് ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ആത്മാവിനെ കാണാൻ സാധിക്കുകയും പരമാത്മാവിനെയും കാണാൻ സാധിക്കുകയും പരമാത്മാവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ ആഗ്രഹങ്ങളല്ല, മറിച്ച് ഭഗവാന്റെ ആഗ്രഹങ്ങൾ, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ യഥാർത്ഥ പരമലക്ഷ്യം എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരികയും ചെയ്യും. സോ ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് പോലെ നിർവ്വാണം ആത്യന്തികം എന്ന സ്റ്റേജിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ കാരുണ്യം, ഭഗവാന്റെ കാരുണ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ജപിച്ച് നമ്മളുടെ ഉള്ളിലെ ഇപ്പോഴത്തെ നമ്മുടെ ചിന്താഗതിയെ മാറ്റി ഭഗവത് സേവനം എന്ന ആ ഭാവത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ഭഗവാന്റെ നാമമാകുന്ന ആ അമൃത് നമ്മൾ കുടിക്കണം. ഭഗവാന്റെ നാമമാകുന്ന അമൃത് കുടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് അന്തർജ്യോതിർ അമേയം. അപ്പോൾ ഭഗവാന്റെ ആ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രകാശമയമാകുന്ന ആ ഉള്ള് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഭഗവത് നാമമാകുന്ന ആ ലൈറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയ സാധിക്കും. പക്ഷെ നമ്മൾ ഉള്ളിൽ ഇപ്പോൾ എന്താണ്, തിങ്ങി നിറഞ്ഞ് അല്ലെങ്കിൽ ഭയങ്കര ആഴത്തിൽ കിടക്കുന്ന ഇരുണ്ട് നിറഞ്ഞ ഭാഗമാണ്. പക്ഷെ ആ ഇരുണ്ട് നിറഞ്ഞ ഭാഗത്തിലല്ല നമുക്ക് അറിയേണ്ടത്. അതിൽ നിന്ന് നമ്മൾക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയും ഭഗവാൻ ആയിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. സോ ഭഗവത് നാമജപം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. സോ ആ ഒരു ടോർച്ച് അടിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് രീതിയിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും. അതിനെ ഫുൾ രീതിയിലുള്ള ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയും അങ്ങനെ കാണുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ യഥാർത്ഥ പ്രവർത്തനം നമുക്ക് മനസ്സിലാകൂ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി, മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, മനസ്സിൽ കൂടി വരുന്ന ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങളാണ് എന്ന തെറ്റിദ്ധാരണയിൽ നമ്മളിരിക്കുമ്പോൾ മനസ്സിൻ്റെ യഥാർത്ഥ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ ടോർച്ച് ആകുന്ന പ്രകാശത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയേ പറ്റും.
അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കാണുന്നത് വെറും ഒരു ബാഗാണ്. ഈ പറഞ്ഞ ലംബ് ഓഫ് ഫ്ലഷ് അല്ലെങ്കിൽ ഈ കാണുന്ന ഈ മാംസപിണ്ഡമെല്ലാം ഒരു ബാഗ് മാത്രമാണ്. അതിൽ കൂടി ഉണ്ടാകുന്ന ദോഷപ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതായത് ദോഷപ്രവർത്തനം പറഞ്ഞാൽ വളരെ നമ്മളെ കൂടുതൽ ദുഃഖിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോരോ അനുഭവങ്ങളും നമുക്കുണ്ടാകുന്നത് എല്ലാം എക്സ്റ്റേണലാണ്, അതെല്ലാം ബാഹ്യപരമായിട്ടുള്ളതാണ്. നമ്മുടെ ആന്തരികപരമായിട്ട് നോക്കിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ശരീരമല്ല, നമ്മൾ ആത്മാവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. സോ ആ ഒരു തിരിച്ചറിവ് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളും പരമാത്മാവും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. സോ ഗ്രാജ്വലി ഭഗവാന്റെ ആ നാമജപം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ഗ്രാജ്വലി നമുക്ക് അതിലേക്ക് ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയും അങ്ങനെ നമുക്ക് ഭഗവാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഇവിടെ പറഞ്ഞത് ആ അമൃത് നമ്മൾ കുടിക്കണം. അമൃത് കുടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് നാമം നമ്മൾ നിരന്തരം നമുക്ക് ജപിക്കണം എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. സോ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ആ ശ്ലോകം നമുക്കൊന്നുകൂടെ നോക്കാം. എന്താണ് പറയുന്നത്? ഹേ ലോക ശൃണുത പ്രസൂതി മരണ വ്യാധേശ്ചികിത്സാം ഇമാം യോഗജ്ഞ സമുദാഹരന്തി മുനയോ യാം യാജ്ഞവൽക്യാദയഃ അന്തർജ്യോതിരമേയം ഏകം അമൃതം കൃഷ്ണാഖ്യം ആപീയതാം തത്പീതം പരമൗഷധം വിതനുദേ നിർവാണം ആത്യന്തികം. സോ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആ ഒരു ലിബറേഷൻ നമുക്ക് ലഭിക്കുകയും ഏറ്റവും പരമമായ ഔഷധവുമാണ് ഭഗവാന്റെ ആ നാമം കുടിക്കുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്നത് എന്നുമാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതുകൊണ്ട് നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.